ശിവനാരായൺ ചന്ദ്രപോൾ. ക്രിക്കറ്റിലെ കോപ്പി ബുക്ക് സ്റ്റൈൽ ബാറ്റിംഗ് തിരുത്തിയെഴുതിയ വെസ്റ്റ് ഇൻഡീസിന്റെ ഇതിഹാസ താരം. ക്രീസിലെത്തി ഗാർഡ് മാർക്ക് ചെയ്യുന്നത് തൊട്ട് ബാറ്റിംഗ് സ്റ്റാൻസിലും കണ്ണിനു താഴെ കറുത്ത സ്റ്റിക്കർ പതിക്കുന്നതിലുമടക്കം എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തൻ. ചന്ദ്രപോൾ ബാറ്റ് ചെയ്യുന്നത് പോലെ ബാറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് 1990കളിൽ ക്രിക്കറ്റ് കളിച്ചിരുന്ന കുട്ടികൾ ചോദിക്കുമ്പോൾ പല ക്രിക്കറ്റ് കോച്ചുമാർക്കും അന്ന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. വെസ്റ്റ് ഇൻഡീസ് ദ്വീപ് സമൂഹങ്ങളിൽപ്പെട്ട ഗയാനയിലെ യൂണിറ്റി വില്ലേജിൽ ഇൻഡോ ഗയാനീസ് ദമ്പതിമാരായ കാംരാജിന്റെയും ഉമാ ചന്ദ്രപോളിന്റെയും മകനായി 1974 ഓഗസ്റ്റ് 16 ശിവനാരായൺ ചന്ദ്രപോളിന്റെ ജനനം. ഇന്ത്യയിൽ നിന്ന് ഗയാനയിലേക്ക് കുടിയേറിയവരാണ് ചന്ദ്രപോളിന്റെ പൂർവികർ. 8 വയസ്സ് മുതൽ ക്രിക്കറ്റ് കളിക്കാൻ ആരംഭിച്ച ചന്ദ്രപോൾ തന്റെ 20ാമത്തെ വയസ്സിലാണ് വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത്. 1991 മുതൽ 2017 വരെ 26 വർഷം നീണ്ടുനിന്ന ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കരിയർ. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൽ ഗയാനയെ കൂടാതെ ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റിൽ ലങ്കാഷെയർ, വാർവിക്ക്ഷയർ, ഡർബിഷെയർ തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടിയും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനു വേണ്ടിയും ചന്ദ്രപോൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 385 മത്സരങ്ങളിൽ നിന്ന് 27,545 റൺസ് നേടിയ ചന്ദ്രപോൾ 77 സെഞ്ചുറികളും 144 അർദ്ധ സെഞ്ചുറികളും തന്റെ പേരിൽ കുറിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 1994 മുതൽ 2015 വരെ 21 വർഷം നീണ്ടുനിന്ന സംഭവ ബഹുലമായ കരിയറിൽ 164 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 51.37 ശരാശരിയിൽ 11,867 റൺസാണ് അദ്ദേഹം നേടിയത്. അതിൽ തന്നെ 30 സെഞ്ചുറികളും 66 അർദ്ധ സെഞ്ചുറികളും. 268 ഏകദിന മത്സരങ്ങളിൽ 8,778 റൺസ് നേടിയ ചന്ദ്രപോൾ 11 സെഞ്ചുറികളും 51 അർദ്ധ സെഞ്ചുറികളും തന്റെ പേരിൽ കുറിക്കുകയും ചെയ്തു. ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് യുവതാരത്തെയും മോഹിപ്പിക്കുന്ന റെക്കോർഡുകളാണ് ചന്ദ്രപോൾ വാരിക്കൂട്ടിയത്. പക്ഷേ ചന്ദ്രപോൾ നേടിയ റണ്ണുകളും സെഞ്ചുറികളും ഒന്നുമല്ല അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. അത് തീർച്ചയായും വ്യത്യസ്തമായ രീതിയിലുള്ള ചന്ദ്രപോളിന്റെ മറ്റു ചില കാര്യങ്ങളാണ്. അതുതന്നെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ചന്ദ്രപോൾ ബാറ്റ് ചെയ്യാൻ ക്രീസിലെത്തിയാൽ ആരാധകർ ആദ്യം ശ്രദ്ധിക്കുക അദ്ദേഹം ഗാർഡ് മാർക്ക് ചെയ്യുന്ന രീതിയാണ്. അമ്പയറോട് ലെഗ് സ്റ്റംപ് അല്ലെങ്കിൽ മിഡിൽ സ്റ്റംപ് ചോദിച്ച ശേഷം സ്റ്റംപിന് മുകളിലുള്ള ബെയിൽസ് എടുത്ത് പിച്ചിൽ ക്രീസിനോട് ചേർന്ന് ആ ബെയിൽസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യും. ആ രീതി പിന്നീട് കരൺ പൊള്ളാർഡിനെ പോലെയുള്ള പലരും പിന്തുടരുന്നത് കണ്ടിട്ടുണ്ട്. അടുത്തത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് സ്റ്റാൻസ് ആണ്. ഈ ശൈലിയാണ് കൂടുതൽ ആളുകളെയും അമ്പരപ്പിക്കുന്നത്. സാധാരണ സൈഡ് ഓൺ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഓപ്പൺ സ്റ്റാൻസ് ആണ് ചന്ദ്രപോളിന്റേത്. മിഡ് വിക്കറ്റിലേക്ക് തിരിഞ്ഞു നിന്ന് ബാറ്റ് ചെയ്യുന്നത് പോലെയേ കാണുന്ന ഒരാൾക്ക് തോന്നുകയുള്ളൂ. എന്നാൽ ബൗളർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തന്റെ നോർമൽ പൊസിഷനിലേക്ക് വരികയും ചെയ്യും. ബോൾ നന്നായി കാണുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് ചന്ദ്രപോൾ പറഞ്ഞിരുന്നത്. തന്റെ കരിയറിന്റെ തുടക്കത്തിലൊന്നും ഇങ്ങനെയൊരു രീതിയിൽ ആയിരുന്നില്ല അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നത്. പിന്നീട് പലപ്പോഴായി വരുത്തിയ മാറ്റങ്ങളിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റാൻസിൽ എത്തിപ്പെട്ടത്. ക്രാബ് ലൈക്ക് സ്റ്റാൻസ് എന്നാണ് ചന്ദ്രപോളിന്റെ സ്റ്റാൻസ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ കാലഘട്ടങ്ങളിൽ പല ക്രിക്കറ്റ് കോച്ചുമാർക്കും ചന്ദ്രപോളിന്റെ ഈ രീതി കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന്. ശിവനാരായൺ ചന്ദ്രപോളിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ കണ്ണിനു താഴെ ഒരു കറുത്ത നിറത്തിലുള്ള സ്റ്റിക്കർ പതിച്ചിരുന്നു എന്നതാണ്. എന്തിനാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നതെന്ന് പലരും ആ കാലഘട്ടങ്ങളിലും പിന്നീടും സംശയം ഉന്നയിച്ചിരുന്നു. ഒരു സ്റ്റൈലിനു വേണ്ടി എന്ന് പറഞ്ഞിരുന്ന ക്രിക്കറ്റ് ആരാധകരായിരുന്നു കൂടുതലും. എന്നാൽ ഈ സ്റ്റിക്കറിന്റെ കാര്യത്തിലും ചന്ദ്രപോൾ വ്യത്യസ്തനായിരുന്നു. ഇരു കണ്ണുകൾക്കും താഴെയുള്ള ഈ കറുത്ത വരകൾ വെറും സ്റ്റൈലിനു വേണ്ടിയുള്ളതായിരുന്നില്ല. അതിന്റെ പേര് ആന്റി ഗ്ലെയർ സ്റ്റിക്കറുകൾ അല്ലെങ്കിൽ ആന്റി ഗ്ലെയർ പാച്ചുകൾ എന്നായിരുന്നു. ക്രിക്കറ്റിൽ ഇത് അത്ര സജീവമായി കാണുന്ന ഒന്നല്ലെങ്കിലും അമേരിക്കൻ ഫുട്ബോളിലും ബേസ്ബോളിലുമൊക്കെ താരങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ആന്റി ഗ്ലെയർ പാച്ചുകൾ. ഇതിന്റെ പ്രധാന ഉപയോഗം കണ്ണിലേക്ക് സൂര്യപ്രകാശം നേരിട്ടടിക്കാതെ കണ്ണിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് കണ്ണിന്റെ പെരിഫറൽ ഏരിയയിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ ആന്റി ഗ്ലെയർ സ്റ്റിക്കറുകൾ തടയുകയും കണ്ണിലേക്ക് ഗ്ലെയർ അടിക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല കണ്ണിലേക്ക് അടിക്കുന്ന ചൂടിന്റെ കാഠിന്യം കുറയാനും ആന്റി ഗ്ലെയർ പാച്ചുകൾ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ഗുണം ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായം.
എന്തായാലും ഇത് ഉപയോഗിക്കുന്ന പലരും ആന്റി ഗ്ലെയർ പാച്ചുകൾ ഉപകാരപ്രദമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. മ്യൂളർ ബ്രാൻഡിലുള്ള ആന്റി ഗ്ലെയർ സ്റ്റിക്കറുകളാണ് ചന്ദ്രപോൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2011 ലോകകപ്പിൽ ഈ ബ്രാൻഡിലുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിക്കാൻ ICC ചന്ദ്രപോളിനെ അനുവദിച്ചിരുന്നില്ല. ICCയുടെ സ്പോൺസർഷിപ്പ് നിയമങ്ങൾക്ക് എതിരായിരുന്നു എന്ന കാരണത്താലാണ് അങ്ങനെയൊരു തീരുമാനം അവർ കൈക്കൊണ്ടത്. ക്രീസിലെത്തി ബാറ്റിംഗ് ഗാർഡ് മാർക്ക് ചെയ്യുന്നത് തൊട്ട് ബാറ്റിംഗ് സ്റ്റാൻസും കണ്ണിന് താഴെ പതിക്കുന്ന ആന്റി ഗ്ലെയർ പാച്ചുകളും അടക്കം എല്ലാത്തിലും വ്യത്യസ്തനായിരുന്നു ഗയാനയിൽ നിന്നുള്ള ശിവനാരായൺ ചന്ദ്രപോൾ എന്ന ഇതിഹാസ താരം.